ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CHSL 2019 13th ഒക്ടോബർ ഷിഫ്റ്റ് 3 ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഇൻ ട്രയാങ്കിൾ PQR, S and T are midpoints of PQ and PR respectively. If angle QPR equal to 75 degree and angle PRQ is equal to 40 degree, then find angle TSQ. ഓക്കെ, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, PQR. ഇനി എസും ടിയും മിഡ് പോയിൻറ്റ്സ് ആണ്. എസ് ടിയും മിഡ് പോയിൻറ്റ്സ് ആണ്. സോ എസും ടിയും മിഡ് പോയിൻറ്റ്സ് ആണ്. ആരുടെ? എസ് PQയുടെ മിഡ് പോയിൻ്റ് ആണ്, ടി PR-ൻ്റെ മിഡ് പോയിൻ്റ് ആണ് അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ ST പാരലൽ ടു QR ആയിരിക്കും. ഓക്കെ, ഇനി ഇഫ് ആംഗിൾ QPR ഈക്വൽ ടു 75 ഡിഗ്രി, ഇത് 75 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ PRQ ഈക്വൽ ടു 40 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ TSQ, ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇവിടെ 75, ഇവിടെ 40, ഇവിടെ എത്രയായിരിക്കും? സം ഓഫ് 3 ആംഗിൾസ് ഷുഡ് ബി 180 ഡിഗ്രി അല്ലേ. അപ്പോൾ 75 + 40 115 + 65 ആണ് 180. ഓക്കെ ആണല്ലോ. ഇനി ഈ രണ്ട് ലൈൻസും പാരലലാണ്. അപ്പോൾ പാരലൽ ലൈൻസിൻ്റെ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇത് 65 ആണെങ്കിൽ ഇത് 180 - 65, ഇത് എത്രയാണ്? 115. ഓക്കെ ആണല്ലോ. അപ്പോൾ ആംഗിൾ TSQ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 115. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടാപ്പ് A can fill a tank in 6 hours. Tap B can fill the same tank in 8 hours, and tap C can empty the same tank in 4 hours. If all the 3 taps A, B and C are opened together, then how much time will be taken to fill the tank? Okay ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A, B, C. ഓക്കെ, അപ്പോൾ ടാപ്പ് എക്ക് ഇവിടെ നോക്കിയേ 6 ദിവസം വേണം, 6 ഹവേഴ്സ് വേണം. ടാപ്പ് ബി എത്ര ഹവേഴ്സ് വേണം ഫില്ല് ചെയ്യാൻ? 8 ഹവേഴ്സ് വേണം. ടാപ്പ് സി എത്ര ഹവേഴ്സാണ്? എംറ്റി ദ ടാങ്ക് ആണ്. ടാപ്പ് സിക്ക് എംറ്റി ചെയ്യാൻ 4 ഹവേഴ്സ് വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ടാപ്പ് എ ഫില്ല് ചെയ്യാൻ 6 ഹവേഴ്സ്, ടാപ്പ് ബി 8 ഹവേഴ്സ്, ടാപ്പ് സിക്ക് എംറ്റി ചെയ്യാൻ 4 ഹവേഴ്സ്. 6, 8, 4 ഇതിൻ്റെ ടോട്ടൽ LCM എടുക്കുക. LCM എത്രയാണ്? 24. അതാണ് ടോട്ടൽ വർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ LCM ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. അപ്പോൾ 24 ടോട്ടൽ വർക്ക് എടുക്കുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്ര വരും? 4 വരും അല്ലേ. 6 × 4 24 ആണ്. ബിയുടെ എഫിഷ്യൻസി എത്ര വരും? 3 വരും. ഇനി സിയുടെ എഫിഷ്യൻസി എത്ര വരും? -6 വരും. ഓക്കെ, കാരണം എന്താണ്? എംറ്റി ദ ടാങ്ക് ആണ്. 4 ഹവേഴ്സ്. ആരാ? സി. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മൈനസ് വരും. അപ്പോൾ എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 3, സിയുടെ എഫിഷ്യൻസി -6. അങ്ങനെയാണെങ്കിൽ ഇവരുടെ 3 പേരുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? A + B + C = 4 + 3 7, 7 - 6 1. അപ്പം 3 പേരുടെ എഫിഷ്യൻസി 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവരെടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് ടോട്ടൽ വർക്ക് എത്രയാണ്? 24 / their ടോട്ടൽ എഫിഷ്യൻസി, അത് എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ 24/1 24 ഹവേഴ്സാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ മെഷേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ക്യൂബോയിഡ് ആർ 8 cm, 6 cm and 10 cm, then the volume of the cuboid is. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ലെങ്ത്ത് 8 ആണെന്ന് വിചാരിക്കുക, ബ്രെഡ്ത്ത് 6 ആണെന്ന് വിചാരിക്കുക, ഹൈറ്റ് 10 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയത്തിൻ്റെ ഫോർമുല എന്താണ്? L × B × H ആണ് ക്യൂബോയിഡിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല. സോ 8 × 6 × 10 എത്രയാണ്? 480. ഓക്കെ, 8 × 6 48 × 10 480. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് xy = 16 and x² + y² = 32, then the value of x + y is. ഓക്കെ, അപ്പോൾ നമുക്കറിയാം x + y the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? x² + y² + 2 × xy. ഓക്കെ ആണല്ലോ. ഇനി x + y the whole square =
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നിട്ടുണ്ട് എത്രയാണ് 32, എക്സ് വൈ തന്നിട്ടുണ്ട് 16. അപ്പോൾ 2 × 16 എത്ര വരും 32 ഈക്വൽ ടു 64. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ 64 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും ±8. ഓക്കെ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ 64. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് √64. അതാണ് എന്താണത് ±8. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 72 + 34 ഡിവൈഡഡ് ബൈ 2 + 75 ഡിവൈഡഡ് ബൈ 15 + 6 × 2. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതി പോവാം. 72 + 34 ബ്രാക്കറ്റിലാണ്, അത് നമുക്ക് ചെയ്യാം. 106 കിട്ടും. സോ 106 × 1/2 എന്ന് എഴുതി, ഡിവൈഡ് ബൈ 1/2 ഞാൻ × 1/2 എന്ന് എഴുതി, പ്ലസ് 75 ഡിവൈഡഡ് ബൈ 15 എത്രയാണ് 5 ആണ്. സോ 5 + 6 11, 11 × 2 22. ഓക്കെ, സ്റ്റെപ്പായിട്ട് എഴുതാം. 75 × 1/15 + 6 × 2 ഇങ്ങനെയല്ലേ. ഇവിടെ നോക്കി ഇത് എത്ര കിട്ടും 53. 106 × 1/2 53 ആണ്. ഇവിടെ നോക്കിയേ 75 × 1/15 5 ആണ്. 5 + 6 11, 11 × 2 22. സോ 53 + 22 ആണ് കറക്റ്റ് ആൻസർ. എത്രയാണത് 75. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. In a circle, 2 equal and parallel chords are 6 cm apart and lie on the opposite sides of the center of the circle. If the length of each chord is 8 cm, then the radius of the circle is. Okay, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇതാണ് സെൻറ്റർ O. ഇനി രണ്ട് പാരലൽ ഈക്വൽ ആൻഡ് പാരലൽ കോഡ്സ് ആണ് 6 cm. എന്താണ് അത് എവിടെയാണ് ലൈ ചെയ്യുന്നത്? സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലാണ്. അപ്പോൾ ഒരു കോഡ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, AB CD. ഓക്കെ ആണല്ലോ. ഇനി സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു പോയിൻ്റ് വരച്ചാൽ, കോഡിലേക്ക് ഒരു പോയിൻ്റ് വരച്ചാൽ ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, ഇവിടെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ കോഡിൻ്റെ മൊത്തം ലെങ്ത്ത് 6 ആണ്. അപ്പോൾ എന്താ ഇത് പപ്പാതിയാവും, ബൈസെക്ട് ചെയ്യും അല്ലേ. 3 3 ഇവിടെയും 3 ആവും, ഇവിടെയും 3 ആവും. ഇനി ഓക്കെ, ഇത് 3 അല്ല, ഇതാണ് തന്നിരിക്കുന്നത് 3 3. ഓക്കെ, കോഡിൻ്റെ ഡിസ്റ്റൻസ് ആണ്, കോഡുകൾ തമ്മിലുള്ള ദൂരമാണ് 6 cm. അപ്പോൾ നോക്കിയേ സെൻറ്ററിൽ നിന്ന് ഒരേ ദൂരമായിരിക്കും. അപ്പോൾ ഇത് 3, ഇവിടെയും 3. മനസ്സിലായല്ലോ. ഇനി കോഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് എത്രയാണ് 8. അപ്പോൾ ഇത് ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ആകും, ഇവിടെ 4 ആകും. ഓക്കെ ആണല്ലോ. ഇനി ഇത് ജോയിൻ ചെയ്താൽ റൈറ്റ് ട്രയാങ്കിളായി. പൈതഗോറസ് തിയറി അനുസരിച്ച് ഈ സൈഡ് എന്ത് വരും 5, ഇവനാണ് റേഡിയസ്. ഓക്കെ ആണല്ലോ. OD ആണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി 5 കിട്ടി. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. To a circle with center O, 2 tangents AP and AQ are drawn from an external point A. If the angle PAQ is 80 degree, then angle POQ is. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കാം. ഇത് സർക്കിളാണ്. 2 ടാൻജൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, എ കോമൺ പോയിൻ്റ് ആണ്. AP AQ, AP ആൻഡ് AQ 2 ടാൻജൻസ് ആണ്. ഇത് സെൻറ്ററാണെന്ന് വിചാരിക്കുക. ഇത് ജോയിൻ ചെയ്തു, PO ജോയിൻ ചെയ്തു, OQ ജോയിൻ ചെയ്തു. ഇനി റേഡിയസിൻ്റെയും ടാൻജൻറ്റിൻ്റെയും ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ് 90 ഡിഗ്രി ആണ്. ഇടയിലുള്ള ആംഗിൾ 90. ഇത് 90, ഇത് 90. അപ്പോൾ ഈ രണ്ടിൻ്റെയും സം എന്തായിരിക്കണം 180 ആയിരിക്കണം അല്ലേ. കാരണം PAQO എന്ന് പറയുന്നതായി ഒരു ക്വാഡ്രിലാറ്ററലായി എല്ലാ ആംഗിൾസിൻ്റെ സം 360 ആണ്. സോ ഇത് രണ്ടും 180 ആണെങ്കിൽ ഇത് രണ്ടും 180 ആയിരിക്കണം. ഇനി തന്നിരിക്കുന്ന ആംഗിൾ PAQ ആണ്. PAQ ഇത് 80 ആണ്. അങ്ങനെയാണെങ്കിൽ POQ എന്ന് പറയുന്നത് എത്രയാണ് 100 ഡിഗ്രി. ഓക്കെ ആണല്ലോ. 100 + 80 180. അപ്പോൾ ഉത്തരം 100.
ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the average of 35 numbers is 22, the average of first 17 numbers is 19, and the average of last 17 numbers is 20, then the 18th number is. Okay, അപ്പോൾ ടോട്ടൽ ആവറേജ് എടുക്കുക. ടോട്ടൽ ആവറേജ് എത്രയാണ്? ടോട്ടൽ ആവറേജ് 35 ഇൻറ്റു 22, ഇത് എത്രയാണ്? 770. ഓക്കെ, ഇനി ആവറേജ് ഓഫ് ഫസ്റ്റ് 17 നമ്പേഴ്സ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 17 നമ്പേഴ്സ് എത്രയാണ്? 19 ഇൻറ്റു 17. ഓക്കെ, 19 ഇൻറ്റു 17 ചെയ്യുക, 323 എന്ന് കിട്ടും. എങ്ങനെ ചെയ്തു? 17 ഇൻറ്റു 20 എത്രയാണ്? 340 ആണ്. അതിൽ നിന്ന് ഒരു 17 കുറച്ചാൽ മതി. ഇനി സം ഓഫ് ലാസ്റ്റ് 17 നമ്പേഴ്സ്. സം ഓഫ് ലാസ്റ്റ് 17 നമ്പേഴ്സ് എടുക്കുക. എത്രയാണ്? 20. ആവറേജ് 20 ആണ്. സോ 20 ഇൻറ്റു 17 ആണ് സം ഓഫ് ലാസ്റ്റ് 17 നമ്പേഴ്സ്. ഇത് എത്രയാണ്? 340. ഓക്കെ ആണല്ലോ. ഇനി ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. ഇക്വേഷൻ 1 and 2 പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? 18ാമത്തെ നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാ നമ്പറും കിട്ടും. ഏത്? 1 and 2 പ്ലസ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ അത് രണ്ടും പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ടോട്ടൽ 663 കിട്ടും. ഇനി എല്ലാത്തിൻ്റെയും ടോട്ടൽ ആവറേജ് അല്ല, ടോട്ടൽ സം. ഇവിടെ ശ്രദ്ധിക്കുക, ടോട്ടൽ സം എല്ലാ നമ്പേഴ്സിൻ്റെ സം 770 ആണ്. 18 ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ സം 663 ആണ്. അപ്പോൾ 18 എത്രയാണ്? 18th നമ്പർ ഈക്വൽ ടു ടോട്ടൽ എടുക്കുക 770 മൈനസ് എത്രയാണ്? 663. ഓക്കെ ആണല്ലോ. മൈനസ് ചെയ്യുക. 10 - 3 7, 6 - 6 0, 7 - 6 1. 107 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 107 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ ഫസ്റ്റ് 17 നമ്പേഴ്സ് ഞാനിങ്ങനെ എഴുതുകയാണ്. ഫസ്റ്റ് 17 നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? 19 ആണ് അല്ലേ? 19 ആണ്. അത് ശരിക്കും ടോട്ടൽ ആവറേജിൽ നിന്ന് എത്രയാണ് ഡിവൈറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ആവറേജ് 22 ആണ്. ആദ്യത്തെ 17 നമ്പേഴ്സിൻ്റെ ആവറേജ് 19 ആണ്. അപ്പോൾ -3 കുറവാണ് അല്ലേ? -3 കുറവാണ്. അപ്പോൾ അവിടെ ടോട്ടൽ എന്ത് വന്നു? -51 വന്നു. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് 17 നമ്പേഴ്സ് ഞാനിവിടെ എഴുതാണ്. ലാസ്റ്റ് 17 നമ്പേഴ്സിൻ്റെ ആവറേജ് നോക്കുക. എത്രയാണ്? 20 ആണ്. ടോട്ടൽ ആവറേജിൽ നിന്ന് എത്ര കുറവാണ്? 2 കുറവാണ് അല്ലേ? അപ്പോൾ -2 കുറവാണ്. അപ്പോൾ എത്രയാണ് ടോട്ടൽ? -34. ഓക്കെ ആണല്ലോ. അപ്പോൾ മൊത്തത്തിൽ എത്ര കുറവാണ് ആവറേജിൽ നിന്ന്? ഇത് രണ്ടും കൂടി കൂട്ടി -51 -34 എത്രയാണ്? -85 -85 കുറവാണ് ടോട്ടൽ സമ്മിനേക്കാളും. അപ്പോൾ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ 18th നമ്പർ 85-നേക്കാട്ടും കൂടുതൽ വന്നാലാണ് എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടി പ്ലസ് ചെയ്ത് 0 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ആവറേജിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന സം എല്ലാം 0 ആവണം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാണ്. 1 2 3 4 5. ഇതിൻ്റെ ആവറേജ് 3 ആണ് അല്ലേ? 1 3യിൽ നിന്നും എത്ര കുറവാണ്? -2. 2 3യിൽ നിന്ന് എത്ര കുറവാണ്? -1. 3 എത്രയിൽ നിന്ന് കുറവാണ്? 0. 4 എത്ര കൂടുതലാണ്? 1. 5 ആവറേജിൽ നിന്നും എത്ര കൂടുതലാണ്? 2. ഓക്കെ ആണല്ലോ. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ ഇവിടെയും 0 കിട്ടണം. 0 കിട്ടാനായിട്ട് ഇവിടെ അത്രയും നേരം ആവറേജ് അല്ലെങ്കിൽ ടോട്ടൽ സമ്മിൽ നിന്ന് മാറി നിൽക്കുന്നത് -85 ആണ്. അപ്പോൾ ഈ 18ാമത്തെ നമ്പർ 85 ആയിരിക്കണം, എന്നാലാണ് 0 കിട്ടുള്ളൂ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആവറേജിൽ നിന്നും 85 കൂടുതലായിരിക്കണം 18ാമത്തെ നമ്പർ. അപ്പോൾ 18th നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എത്രയാണ്? 22 ആണ്. 22 പ്ലസ് 85 കൂടുതലായിരിക്കും. 85 എത്ര കിട്ടി? 107. ഓക്കെ, ഇതാണെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The compound interest and the amount obtained on a certain sum of money are rupees 820 and rupees 8,820 respectively after 2 years.
if the rate of interest if the interest rate is compounded yearly, then the rate of interest is, if the rate interest is compounded yearly, then rate of interest is, ആറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താ? എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു എൻ. ഓക്കെ, ഇതാണ് എമൗണ്ടിൻ്റെ ഫോർമുല കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ. ഓക്കെ ആണല്ലോ. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നോക്കി, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും പ്രിൻസിപ്പിൾ ഈക്വൽ ടു എമൗണ്ട് മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, പ്രിൻസിപ്പിൾ എത്രയാണെന്ന് നോക്കുക. എമൗണ്ട് 8820 ആണ്, മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 820 ആണ്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ എത്ര കിട്ടി? 8000. ഓക്കെ, നമ്മുടെ പ്രിൻസിപ്പിൾ 8000 ആണ്. ഇനി ഇവിടെ നോക്കി, ഇവിടുന്ന് ആറ് കണ്ടുപിടിക്കാം. ഇതെന്ത് വരും? എ ബൈ പി ഈക്വൽ ടു, ഞാൻ ഡയറക്റ്റ് എഴുതാണ്, എ എത്രയാണ്? 8820 ഡിവൈഡഡ് ബൈ ഈ പി ഇങ്ങോട്ട് വരും. പി എത്രയാണ്? 8000. ഇപ്പോൾ നമുക്ക് കിട്ടി ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ എന്താണ്? എൻ ടൈമാണ്. സോ ഇവിടെ ടൈം 2 വർഷമാണ്. ഓക്കെ ആണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇവിടെ ഒരു 0 കട്ട് ചെയ്തു, 2 വെച്ച് കട്ട് ചെയ്യാം. എത്രയാണ്? 441. ഇതെത്രയാണ്? 400. ഓക്കെ, അപ്പോൾ 1 പ്ലസ് ആർ ബൈ 100 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 441 ഡിവൈഡഡ് ബൈ 400. 1 പ്ലസ് ആർ ബൈ 100 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 441 21 ആണ്. റൂട്ട് ഓഫ് 400 20 ആണ്. ഓക്കെ ആണല്ലോ. ഇനി ആർ ബൈ 100 എന്ത് കിട്ടും? ഇതിൽ നിന്ന് ആർ ബൈ 100, ഈ 1 ഇങ്ങോട്ട് പോയാൽ ആർ ബൈ 100 കിട്ടും. ആർ ബൈ 100 ഈക്വൽ ടു 21 ബൈ 20 മൈനസ് 1, അത് എത്രയാണ്? 1 ബൈ 20. ഇത് കട്ട് ചെയ്യുക, 5. ആർ ഈക്വൽ ടു 5%. ഓക്കെ, ആർ ഈക്വൽ ടു 5%. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ആണ്. ദ ഗിവൺ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ പേഴ്സൺ ഡ്യൂറിംഗ് ദ 4th കോൺസിക്യൂട്ടീവ് മന്ത്സ് April to July 2019. What is the average income of the person? ഓക്കെ, അപ്പോൾ പേഴ്സൻ്റെ ആവറേജ് ഇൻകം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി, ഇൻകം ബ്ലൂ ആണ്, എക്സ്പെൻഡിച്ചർ ഓറഞ്ച് ആണ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ തൗസൻഡ്സ് തന്നിട്ടുണ്ട്. ഇത് 1000 ആണ്, 22,000, 30,000 അങ്ങനെ. ഇനി ഇൻകത്തിൻ്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സം എടുക്കാം. 22 പ്ലസ് 30 52, 52 പ്ലസ് 20 72, 72 പ്ലസ് 38 110. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഈ ഡാറ്റ നമുക്ക് ആവശ്യം വരും. അപ്പോൾ 110,000 ഇൻ തൗസൻഡ്സിലാണ്. സോ ഇവിടെ ടോട്ടൽ 110 ആണ്. ആ 1000 നമ്മൾ ആഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ എത്ര ഉണ്ട്? 1 2 3 4 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഡിവൈഡഡ് ബൈ 4. ഇനി ഇതെന്ത് ചെയ്യാം? 11 ഇൻറ്റു, ഇവിടെ 100 ആണ്, 100 ബൈ 4 25 ആണ്. അപ്പോൾ 11 ഇൻറ്റു 25 ഇൻറ്റു ബാക്കി 2 0 ഉണ്ട്, അപ്പോൾ 100. ഓക്കെ, 11 ഇൻറ്റു 25 ഇൻറ്റു 100. 11 ഇൻറ്റു 25 275 ആണ്. സോ 275 ഓപ്ഷൻ ഡിയിലാണുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 40% ഓഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് 60% ബൈ 30, ദെൻ the 20% ഓഫ് ദാറ്റ് നമ്പർ ഈസ്. ഓക്കെ, അപ്പോൾ നമ്പർ 100% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്പർ 100% ആണെന്ന് വിചാരിക്കുക. ഇനി തന്നിരിക്കുന്നത് എന്താണ്? 40% ഓഫ് എ നമ്പർ. 40% ഓഫ് 100% എന്ന് പറഞ്ഞാൽ എന്താണ്? 40% ആണ്. ഈസ് ലെസ് ദാൻ ഇറ്റ്സ് 60% ബൈ 30. അതിനർത്ഥം 40% എന്ന് പറയുന്നത് 60% മൈനസ് 30 എന്നാണ് അല്ലേ? അപ്പോൾ 60% എടുക്കുക, 100ൻ്റെ 60% 60% ആണ്, മൈനസ് 30. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി ഈ 30 ഇങ്ങോട്ട് വരട്ടെ, 40 അങ്ങോട്ട് പോയാൽ എന്ത് കിട്ടും? 60% മൈനസ് 40% എന്നുള്ളത് 20%. ഈ മൈനസ് 30 ഇങ്ങോട്ട് വന്നാൽ 30. അപ്പോൾ ആ നമ്പറിൻ്റെ 20% എത്രയാണ്? 30 ആണ്. ഓക്കെ ആണല്ലോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 20% ഓഫ് ദാറ്റ് നമ്പർ. അപ്പോൾ 20% എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്.
ഓക്കെ, ഇനി ആ നമ്പർ എത്രയാണ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ 5 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 5 കൊണ്ട് ഗുണിക്കുക. കാരണം 100% ആ നമ്പർ. അപ്പോൾ 100% എന്ത് കിട്ടും? 30 × 5 150. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് a plus b equal to 10 and 3/7 of ab equal to 9, then the value of a cube plus b cube is. ഓക്കെ, അപ്പോൾ a plus b 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ 3/7 ഇൻറ്റു എ ബി ഈക്വൽ ടു 9 എന്ന് തന്നിട്ടുണ്ട്. ഈ 3യും 9ഉം ക്യാൻസൽ ചെയ്തു. 3 × 3 ആണ് 9, 7 × 3 21. അപ്പോൾ എ ബി എന്ന് പറഞ്ഞത് എത്ര കിട്ടി? 21 കിട്ടി. അപ്പോൾ എ ബി 21 ആണ്. ഇനി ഇവിടെ നോക്കിയേ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ആണ്. എ ക്യൂബ് പ്ലസ് ബി എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഇനി ഇവിടെ നോക്കിയേ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. എ പ്ലസ് ബി 10 ആണ്. സോ 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ആണ്. മൈനസ് 3 ഇൻറ്റു എ ബി എത്രയാണ്? 21. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ഓക്കെ ആണല്ലോ. ഇനി സോൾവ് ചെയ്യുക. 1000 മൈനസ് 3 ഇൻറ്റു 21 63 ഇൻറ്റു 10 630. 1000 മൈനസ് 630 എന്ന് പറയുന്നത് 370 ആണ്. ഓക്കെ, അപ്പോൾ 370 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇഫ് tan x ഈക്വൽ ടു m/n ആൻഡ് 0 ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 is less than or equal to 90 degree, then the value of sin x plus cos x is. ഓക്കെ, അപ്പോൾ നോക്കിയേ, tan x ഈക്വൽ ടു m/n തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ട്രയാങ്കിൾ വരയ്ക്കുക. ടാൻ ഇത് ഈ ആംഗിൾ എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? എം വരും. ഇവിടെ എന്ത് വരും? എൻ വരും. ഇവിടെ എന്താണ്? √m² പ്ലസ് n². ഓക്കെ ആണല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് പ്ലസ് അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ നോക്കിയേ, ഇതാണ് ഓപ്പോസിറ്റ്, ഇതാണ് അഡ്ജസൻറ്റ്. അപ്പോൾ എന്താ വരും? m+n ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √m² പ്ലസ് n². ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The given bar graph represents the income and expenditure of a person during the 4 consecutive months, April to July 2019. Same data ആയിരുന്നു. What is the percentage difference between the total income and total expenditure with respect to the total income? Okay, അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെയും ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെയും വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ ഇൻകം ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ആദ്യം നമുക്ക് പെർസെൻറ്റേജ് ഡിഫറൻസ് കാണാം. ടോട്ടൽ ഇൻകത്തിൻ്റെയും ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെയും ഡിഫറൻസ് കാണാം. അപ്പോൾ ടോട്ടൽ ഇൻകം എത്രയാണ്? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, 110 ആണ്. ഓക്കെ, ടോട്ടൽ ഇൻകം 110 ആണ്. 22 + 30 52 + 20 72 + 38 110. ഇവിടെ നോക്കി 7 + 13 20 + 25 45 + 10 55. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. ഓക്കെ, ഇതിൻ്റെ പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇൻകം. ഈ ഡിഫറൻസ് എടുക്കുക, എത്രയാണ്? 55 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം എത്രയാണ്? 110. അപ്പോൾ 55 ബൈ 110 × 100 ആണ് കറക്റ്റ് ആൻസർ. 55 × 2 110 ആണ്. 100/2 എന്ന് പറയുന്നത് 50 ആണ്. സോ 50% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് സൈൻ എക്സ് മൈനസ് cos x equal to 0, then the value of sin cube x minus cos cube x equal to. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, sin x മൈനസ് cos x equal to 0 എന്നാൽ sin x equal to cos x എന്നാണ്. ഇത് രണ്ടും ക്യൂബ് ചെയ്താൽ എന്ത് കിട്ടും? sin cube x equal to cos cube x അല്ലേ? അപ്പോൾ sin cube x equal to cos cube x ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇത് രണ്ടും 0 ആണ്. ഓക്കെ ആണല്ലോ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. cot x ഡിവൈഡഡ് ബൈ 1 + cosec x പ്ലസ് 1 + cosec x ഡിവൈഡഡ് ബൈ cot x ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഇവിടെ നോക്കിയാൽ ഇവിടെ കൊസീക്ക് എക്സ് താഴെ ഡിനോമിനേറ്ററിൽ കൊസീക്ക് എക്സ് ആയതുകൊണ്ടും കൊസീക്ക് 32 ആയതുകൊണ്ടും അല്ലേ 2 ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് ഇട്ടു, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് ഇട്ടു. അപ്പോൾ പുട്ടിങ് എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി, ഇവിടെ നോക്കിയേ കോട്ട് 30 എന്ന് പറഞ്ഞാൽ √3 ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് കൊസീക്ക് 30 2 ആണ്. അപ്പോൾ 1 + 2 3 പ്ലസ് ഇനി അവിടെ 1 പ്ലസ് കൊസീക്ക് 3 ആണ്, കോട്ട് 30 √3 ആണ്. ഇനി √3/3 എന്ന് പറയുന്നത് 1/√3 ആണ്, 3/√3 എന്ന് പറയുന്നത് √3 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും 1/√3 പ്ലസ് √3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇതെന്ത് കിട്ടും √3 × √3 3 + 1 4 4/√3. ഓക്കെ, 4/√3. ഇനി 4/√3 എന്നുള്ളത് 2 × 2/√3 എന്ന് എഴുതാലോ. 4/√3 എന്നുള്ളത് 2 × 2/√3 ആണ്. ഇനി ആ 2 × 2/√3 എവിടെ കിട്ടുമെന്ന് നോക്കുക. സിക്ക് 30 2/√3 ആണ്. സോ 2 × 2/√3 ഇവിടെ നിന്നാണ് കിട്ടുക. ആൻസർ 2 × sec x. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് രവി സെൽസ് ആൻ ഓൾഡ് സ്കൂട്ടർ ഫോർ ₹18,000, then his loss incurred is 10%. If he sells it to gain a profit of 15%, then the selling price is. Okay, അപ്പോൾ if he sells it to gain a profit of 15%, then the selling price is. Okay, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുക, CP 100% എന്ന് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് ഇവിടെ നോക്കിയാൽ ലോസ് 10% ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് CPയിൽ നിന്ന് 10% കുറയ്ക്കുക. ഫസ്റ്റ് കേസിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90%. ഓക്കെ, 90%. ഇനി സെക്കൻഡ് കേസിൽ എന്താണ്? ഇഫ് ഹി സെൽസ് ഇറ്റ് ടു ഗെയിൻ എ പ്രോഫിറ്റ് ഓഫ് 15%. അപ്പോൾ സെക്കൻഡ് കേസിൽ പ്രോഫിറ്റ് ആണ് എത്രയാണ്? 15%. അപ്പോൾ സെക്കൻഡ് കേസിൽ SP എന്ന് പറഞ്ഞാൽ എത്ര വരും? 100 ൽ നിന്ന് 15 കൂട്ടുക, 115%. ഓക്കെ, 115%. അപ്പോൾ നമുക്ക് 90% തന്നിരിക്കുന്നത്. ആദ്യത്തെ കേസിൽ 90% തന്നിരിക്കുന്നത്. 115% കണ്ടുപിടിക്കുക. അപ്പോൾ 90% 18,000. 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 × 2 200. 1% 200 ആണ്. ചോദിച്ചിരിക്കുന്നത് 115%. സോ 115 × 2 230 20 23,000 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. ഇനി ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്തായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 15% ഓഫ് ദി സെല്ലിംഗ് പ്രൈസ് എന്നാണ്. 15% ആണ് പ്രോഫിറ്റ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 15% ആണെങ്കിൽ നമുക്ക് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യേണ്ട സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 115% അല്ലേ? അപ്പോൾ 115 എന്തായാലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 115ൻ്റെ ഒരേ ഒരു ഫാക്ടർ വരുന്നത് ഈ ഒരു ഓപ്ഷനിലാണ്, 230. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് A/B = 3:5 and B/C = 2:3, then the proportion A/B/C is. ഓക്കെ, അപ്പോൾ A/B എത്രയാണ്? 3:5 തന്നിട്ടുണ്ട്. B/C എത്രയാണ്? 2:3 തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ബിയും കോമൺ ആണ്. അപ്പോൾ അത് സെയിം ആക്കുക. ഇവിടെ 5ഉം 2ഉം ആണ്. 5ഉം 2ൻ്റെ LCM 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 10 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാൽ അപ്പോൾ A/B എന്നുള്ളത് എന്ത് കിട്ടും? A/B എന്നുള്ളത് 6:10 എന്ന് കിട്ടും. B/C എന്നുള്ളത് എന്ത് കിട്ടും? 10:15 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കിട്ടി. A/B/C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6:10:15. ഓക്കെ, 6:10:15 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെയിം ഗ്രാഫാണ്, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ചോദ്യം വായിക്കാം. വാട്ട് ഈസ് ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി പേഴ്സൺ? അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 7 + 13 20 45 55. അപ്പോൾ 55,000 ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അവൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 55,000 ഡിവൈഡഡ് ബൈ 4 ആണ്. ഓക്കെ, 55,000 ഡിവൈഡഡ് ബൈ 4. ഓക്കെ ആണല്ലോ. ഇനി
എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം, 55-ന് 5 × 11 എഴുതാം, ഇൻറ്റു 100/4-ന് എന്ത് വരും, 25 × 10. ഇവിടെ ഒരു 10 ബാക്കി വന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കി, അല്ലെങ്കിൽ 4 × 250 ആണ് 1000, അങ്ങനെയും ചെയ്യാം. ഓക്കെ. ഇനി 25 × 11 275 ആണ്. 275 × 5 എത്രയാണ്, 275 × 5, 5 5s are 25, 7 3 10 13, 13750 ആണ്, 13750 ആണ് കറക്റ്റ് ആൻസർ. 13,750 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ടോട്ടൽ ഇൻകം? ഓക്കെ, ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എക്സ്പെൻഡിച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എക്സ്പെൻഡിച്ചർ 55 ആണ്, ടോട്ടൽ ഇൻകം 110 ആണ്. സോ 55 ഡിവൈഡഡ് ബൈ 110 × 100 എത്രയാണ്, 55 × 2 110, 100/2 എന്ന് പറഞ്ഞാൽ 50% ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ 50% ആണ്, ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാർക്ക് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബുക്ക് ആർ ₹850 and ₹748 respectively. The discount in percentage is. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100, ഇതാണ് ഫോർമുല. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ മാർക്ക് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന എത്ര രൂപയ്ക്കാണോ നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തരുന്നത് എത്ര രൂപയ്ക്കാണോ അതിങ്ങോട്ട് കുറയ്ക്കുക. ചിലപ്പോൾ CP ആയിരിക്കാം, ചില കേസിൽ SP ആവാം. ഓക്കെ, അപ്പോൾ MP - CP × 100 ഡിവൈഡഡ് ബൈ MP. അപ്പോൾ നോക്കി 850-ഉം 748-ഉം ഇവർ ഡിഫറൻസ് എടുക്കുക. എത്രയാണ്, 102 ആണ് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് 850 ആണ്. സോ 102 ഡിവൈഡഡ് ബൈ 850 × 100 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 0 ക്യാൻസൽ ചെയ്തു. 17 × 5 ആണ് 85, 17 × 6 ആണ് 102, 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 2 ആണ്. സോ ആൻസർ 6 × 2 12%. 12% ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ദാറ്റ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 72 km/h crosses an electric pole in 36 seconds. The length of the train is. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്, മറ്റൊന്നുമല്ല ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഫോർമുല അല്ലേ, സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് 72 km/h ആണ്, 72 km/h ആണ്. ടൈം തന്നിരിക്കുന്ന സെക്കൻഡ്സിലാണ്, നമുക്ക് വേണ്ട ഉത്തരം മീറ്ററിലാണ്. സോ km/h മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്ത് ചെയ്യാം, എങ്ങനെ കൺവേർട്ട് ചെയ്യും, ഇൻറ്റു 10/36 ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു 10/36 ചെയ്താൽ എന്തായി, മീറ്റർ/സെക്കൻഡ് ആയി. ഇനി ടൈം തന്നിട്ടുണ്ട് എത്രയാണ്, 36 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എളുപ്പമായി 36 ക്യാൻസൽ ചെയ്തു. 72 × 10 720 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ട്രയാങ്കിൾ ABC, DE ഈസ് പാരലൽ ടു BC, വേർ D and E are the point on AB and AC respectively, and AD equal to 4 cm, DB equal to 8 cm, AE equal to 3 cm. Find the length of EC. The length of EC is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ വരച്ചു. ഇൻ ട്രയാങ്കിൾ ABC, ഓക്കെ, DE is parallel to BC. അതായത് D and E are the points on AB. D ABയുടെ പോയിന്റ് AB ലൈനിലും E AC-യിലും. ഓക്കെ, അപ്പോൾ Dയും Eയും ജോയിൻ ചെയ്തു. DE പാരലൽ ടു BC ആയി. ഓക്കെ, അപ്പോൾ DE പാരലൽ ടു BC ആയാൽ ഈ ആംഗിൾ X ആണെങ്കിൽ ഈ ആംഗിൾ X ആയിരിക്കും, ഈ ആംഗിൾ Y ആണെങ്കിൽ ഈ ആംഗിൾ Y ആയിരിക്കും, ഈ ആംഗിൾ കോമൺ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സിമിലാരിറ്റി അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കിയാൽ എക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കുക. ചെറിയ ട്രയാങ്കിളാണ് ആദ്യം എടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കുക. എ ഇ ഡിവൈഡഡ് ബൈ ഈ എക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കുക AC. AE ഡിവൈഡഡ് ബൈ AC ഈക്വൽ ടു, ഇനി വൈൻ്റെ ഓപ്പോസിറ്റുള്ള
സൈഡ് നോക്കാം, വൈൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എ ഡി ആണ്. എ ഡി ഡിവൈഡഡ് ബൈ സി. നിങ്ങൾ തിരിച്ചെടുക്കരുത്, ആദ്യം ചെറിയ ട്രയാങ്കിളത്തെ ആംഗിളാണ് നോക്കണമെങ്കിൽ അതിൻ്റെ സൈഡ്സ് എടുക്കുക കേട്ടോ. ഇപ്പോൾ ചെറിയ ട്രയാങ്കിൾ എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എക്സ് ആണെങ്കിൽ അവൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ഇ ആണ്, അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വൈ എടുക്കുകയാണെങ്കിൽ എ ഡി ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിലെ വൈ എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി. എ ഡി ഡിവൈഡഡ് ബൈ എ ബി വിച്ച് ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ ഒരു സൈഡും കൂടി എഴുതാം, എ കോമൺ ആണ്, സോ ഡി ഇ ഡിവൈഡഡ് ബൈ ബി സി. ഓക്കെ, ഇതാണ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് അപ്ലൈ ചെയ്താലുള്ള പ്രോപ്പർട്ടീസ്. നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട സൈഡ്സ് ഇത്രയേ ഉള്ളൂ, എ ഇ എ സി എ ഡി ഡി ബി, എ ഡി എ ബി, അത് മാത്രം മതി. ഇനി എ ഡി ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്, ഡി ബി ഈക്വൽ ടു 8 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എ ഡി 4 ആണ്, ഡി ബി എത്രയാണ്, ഡി ബി 8 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ ഡി 4 ഡിവൈഡഡ് ബൈ എ ബി. അപ്പോൾ എ ബി എത്രയാണ്, 4 + 8 12. 4 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു എ ഇ 3 തന്നിട്ടുണ്ട്, ഇ സി എക്സ് ആയിട്ട് എടുക്കുക. സോ എ ഇ ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ എ സി. എ സി എന്ന് പറയുന്നത് എന്താണ്, 3 + x ആണ്. സോ 3 ഡിവൈഡഡ് ബൈ 3 + x. ഇത് സോൾവ് ചെയ്യുക. 4 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 1/3 വരും. സോ 3 + x ഈക്വൽ ടു 3 × 3 9, x ഈക്വൽ ടു 9 - 3 6. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 6 കിട്ടി. 6 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ 6 ആണ്. 6 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫാക്ടർ ഓഫ് ദി എക്സ്പ്രഷൻ 3x² - 5x - 8. ഓക്കെ, അപ്പോൾ 3x² - 5x - 8ൻ്റെ ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ 2 നമ്പേഴ്സ് എടുക്കുക, ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഈ -8 ഇൻറ്റു ഈ -8 × 3, അതായത് -24 എന്ന് കിട്ടണം. അതിൻ്റെ സമ്മ് ഈ മിഡിൽ ടേമായ -5 എന്നും കിട്ടണം. ഓക്കെ, അപ്പോൾ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്, -8ഉം 3ഉം അല്ലേ. -8 × 3 -24 ആണ്, -8 + 3 എന്ന് പറഞ്ഞാൽ -5 ആണ്. അപ്പോൾ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, 3x² - 8x + 3x - 8 ഇങ്ങനെ എഴുതാമല്ലോ. ഇനി എന്ത് ചെയ്യുക, കോമൺ ടേംസ് എടുക്കുക. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ കോമൺ, x × 3x - 8 + 3x - 8. ഓക്കെ, ഇനി 3x - 8 കോമൺ എടുത്താൽ എന്ത് കിട്ടും, 3x - 8 × x + 1. ഓക്കെ, 3x - 8 × x + 1. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 3x - 8ഉം x + 1ഉം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഇതല്ലാതെ തന്നെ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം ഇത് ഇൻറ്റു ഇത് ചെയ്താൽ ഇത് കിട്ടണം, 3x² - 5x - 8 കിട്ടണം. ഇവിടെ നോക്കി, ഇവിടെ രണ്ടിലും പ്ലസ് ആണ്, അതുകൊണ്ട് മൊത്തം പ്ലസ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇത് വരില്ല. ഇനി ഇവിടെ ഈ ഫാക്ടേഴ്സിന് നമുക്ക് 0 ഇട്ട് കൊടുത്താൽ, അതായത് x + 1ന് 0 ഇട്ട് കൊടുത്താൽ x -1 എന്ന് കിട്ടും, x - 1ന് 0 ഇട്ട് കൊടുത്താൽ x 1 എന്നും കിട്ടും. ഓക്കെ, ആ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ മൊത്തം ടേമും എന്ത് കിട്ടണം, 0 കിട്ടണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, x - 1 0 ആയാൽ x = 1 ആണ്. ആ x = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ 3 × 1 3 -5 × 1 5. അപ്പോൾ 3 - 5 -2 -8 -10 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ x - 1 ഫാക്ടർ അല്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കിയുള്ള ഓരോ ഓപ്ഷൻ എന്താണ്, x + 1ഉം 3x - 8ഉം ആണ്. അതായിരിക്കും കറക്റ്റ് ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ x + 1 0 ഇട്ട് കൊടുത്താൽ x = എന്ത് വരും, -1 വരും. ആ -1 ഇട്ട് കൊടുക്കുക. 3 × -1² 1 ആണ്. സോ 3 -5 × -1 എത്രയാണ്, +5 -8. 3 + 5 8, 8 - 8 0. കണ്ടോ, 0 കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ x + 1ഉം 3x - 8ഉം ആണ് ഫാക്ടേഴ്സ്. ഇതേപോലെ നിങ്ങൾ x = 8/3 ഇട്ട് നോക്കുക, അപ്പോഴും ഇത് 0 കിട്ടും. 3x - 8 = 0 ഇട്ട് കൊടുത്താൽ x = 8/3 കിട്ടും. ആ 8/3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 0 കിട്ടും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 279,4p561 ഈസ് ഡിവിസിബിൾ ബൈ 9, then the value of p is. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 9 എന്ന് എപ്പോഴാണ് പറയുന്നത്, അതിൻ്റെ
ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക, 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക അല്ലേ. 2, 7, 9, 4, P, 5, 6, 1. 2 + 7 9, 9, 4 + 5 9, 6 + 1 7. ഇത് എത്രയായിട്ടുണ്ട്? 2 അല്ലേ. അപ്പോൾ പിയുടെ വാല്യൂ 2. ഓക്കെ ആണല്ലോ. 6 + 1 7, 7 + 2 ആണ് 9. അപ്പോൾ പിയുടെ വാല്യൂ 9. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ആ CHSൽ എത്രയാണ് 13th October ഷിഫ്റ്റ് 3 ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. കുറച്ചും കൂടി സിമ്പിളായിരുന്നു. നമ്മൾ ഷിഫ്റ്റ് 2 വെച്ച് 13th October ഷിഫ്റ്റ് 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പേപ്പർ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് ടഫ് പേപ്പർ കിട്ടും, ചിലപ്പോൾ സിമ്പിൾ പേപ്പേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ സിമ്പിൾ പേപ്പേഴ്സ് ആകുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതായത് എല്ലാവർക്കും നല്ല മാർക്കായിരിക്കും. ഇതിപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ എല്ലാവർക്കും നല്ല മാർക്കായിരിക്കും. അപ്പോൾ നമുക്ക് ആവറേജ് മാർക്കിൽ നമുക്ക് താഴെ പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോർമലൈസേഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഒന്നില്ലെങ്കിൽ കുറയാം, അല്ലെങ്കിൽ ചെറിയൊരു നോർമലൈസേഷനൊക്കെ ഉണ്ടാവുള്ളൂ. ടഫ് പേപ്പറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ കറക്റ്റാക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ മാക്സിമം ചെയ്യുക. ഇപ്പോൾ CHSൽ CGL ഒക്കെ വരുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഇതിൽ വേറൊരു പ്രീവിയസ് പേപ്പറായിട്ട് വരുന്നതായിരിക്കും. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻസ്ട്രക്ഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഇനി അടുത്തൊരു പേപ്പറായിട്ട് വരാം. ബൈ.